ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ലവ് ബോംബിംഗ് സ്റ്റേജിൽ എങ്ങനെ ഒരു നാർസിസിസ്റ്റിനെ കണ്ടെത്താം എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ റിലേഷൻഷിപ്പുകളിലേക്ക് കടക്കുന്ന സമയത്ത് ഓരോ വ്യക്തികളും ഇപ്പോൾ നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ചിട്ടിരിക്കുന്ന വ്യക്തികളും ഇനി ഫ്യൂച്ചറിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളുടെ റിലേഷൻഷിപ്പിലേക്ക് പോകാതെ ഇനിഷ്യലി തന്നെ റിലേഷൻഷിപ്പുകളിൽ ഒരു നാർസിസ്റ്റിനെ സ്പോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും എങ്ങനെയാണ് ഈ നാർസിസ്റ്റുകളുടെ റെഡ് ഫ്ലാഗ്സ് ലവ് ബോംബിംഗ് സ്റ്റേജിൽ സ്പോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് അറിയാലോ, വളരെ ഡിഫിക്കൽട്ടാണ് ലവ് ബോംബിംഗ് സ്റ്റേജിൽ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളിനെ സ്പോട്ട് ചെയ്യുക അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ്സ് സ്പോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. വളരെയധികം ഡോപ്പാമിനും ഓക്സിറ്റോസിനും നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യുന്ന ഒരു പീരീഡാണ് ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും ഏതൊരു നോർമൽ ഇൻഡിവിജ്വലുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിന്റെ തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം ഇത്തരം ഹോർമോൺ റിലീസസ് കൂടിയ സമയമാണ്. ഈ ഒരു ഹണിമൂൺ സ്റ്റേജ്, ഈ ഒരു ഇനീഷ്യൽ പീരീഡ് എന്ന് പറയുന്ന ഈ ഒരു ലവ് ബോംബിംഗ് പീരീഡ് ആയിട്ട് ഒരു നാർസിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ മാറുന്ന ഈ ഒരു പീരീഡ്. അപ്പോൾ പലപ്പോഴും ഈ ഹോർമോൺ റിലീസസ് ഒരുപാടധികം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലോജിക്കൽ തിങ്കിങ്, നമ്മൾ റാഷണൽ തിങ്കിങ് അല്ലെങ്കിൽ ലോജിക്കലായുള്ള ജഡ്ജ്മെന്റ്സ് അതിലൊരു പുകമറ വന്ന് പെടുന്ന അല്ലെങ്കിൽ ക്ലൗഡഡ് ആകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റെഡ് ഫ്ലാഗ്സ് പലപ്പോഴും പ്രകടമായിട്ട് തന്നെ നമ്മുടെ കണ്ണിൽ കണ്ടാലും അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ പ്രകടമായി തന്നെ നമ്മുടെ ഗട്ട് ഫീലിങ്ങിന് ഫീൽ ചെയ്താൽ പോലും നമ്മൾ അത് ഇഗ്നോർ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും നമുക്ക് കൂടുതൽ. ഈ ഹോർമോൺ പ്രൊഡക്ഷനും ഈ ഒരു ഇന്റൻസ് ആയിട്ടുള്ളൊരു കണക്ഷൻ നിലനിൽക്കുന്ന ഒരു പീരീഡ് ആയതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ഒരു റെഡ് ഫ്ലാഗ് സ്പോട്ട് ചെയ്ത് ആ റെഡ് ഫ്ലാഗ് മനസ്സിലാക്കി തന്നെ ഇനിഷ്യലി പുറത്തു വരാനായിട്ട്. അവയർനെസ് ഇല്ലാത്ത എംപാത്തായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ നമ്മൾ കുഴിയിൽ വീഴാനായിട്ട് സാധ്യതയുള്ള അല്ലെങ്കിൽ പെട്ടുപോകാനായിട്ട് സാധ്യതയുള്ള ഒരു പീരീഡാണ് ഈ ഒരു നാർസിസ്റ്റുമായിട്ടുള്ള ഒരു ലവ് ബോംബിംഗ് പീരീഡ്. അല്ലെങ്കിൽ നാർസിസ്റ്റ് എങ്ങനെയാണ് നിങ്ങളെ ആ രീതിയിൽ ആക്കിയെടുക്കുന്ന ലവ് ബോംബിംഗ് പീരീഡിൽ. ഒന്നാമത്തെ കാര്യം ഫ്യൂച്ചർ ഫേക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ടു മച്ച് ടു സൂൺ ഫിനോമിനൻ. എന്താണ് ഈ ഒരു ടു മച്ച് ടു സൂൺ ഫിനോമിനൻ എന്ന് പറയുന്നത്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു നാർസിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, ആദ്യമേ തന്നെ ഒരു നാർസിസ്റ്റിനെ പരിചയപ്പെടുന്ന സമയത്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ റിലേഷൻഷിപ്പിലേക്ക് കടക്കാനും നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടും നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ അവർ പെയിന്റ് ചെയ്ത് വെക്കുന്ന രീതിയിലായിരിക്കും ആദ്യമേ തന്നെ അവർ നിങ്ങളോട് പെരുമാറുന്നത്. വളരെയധികം പെട്ടെന്ന് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാനും പെട്ടെന്ന് തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിനകത്തേക്ക് വരാനും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് വളരെയധികം ഒരു പ്ലാനിങ് ഉണ്ടാക്കാനും ഒക്കെ ഈ നാർസിസിസ്റ്റ് ശ്രമിക്കും. അവർ നിങ്ങളുടെ കല്യാണത്തിനെ കുറിച്ച്, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനെ കുറിച്ച്, എന്തിനേറെ പറയുന്നു, പെട്ടെന്ന് തന്നെ വീടുകൾ കണ്ടുപിടിക്കാനായിട്ട്, ഒരുമിച്ച് താമസിക്കാനുള്ള വീട് കണ്ടുപിടിക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ അയാളുടെ വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ റിലേഷൻഷിപ്പിലേക്ക് തുടങ്ങി, അല്ലെങ്കിൽ ഈ ഒരു ഡൈനാമിക്സ് നിങ്ങളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ 1-2 ദിവസത്തെ പരിചയത്തിന് ശേഷം തന്നെ ഇവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇവർ അത്തരത്തിലുള്ള ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അങ്ങ് ഡിസ്കസ് ചെയ്ത് തുടങ്ങും. അപ്പൊ സബ് കോൺഷ്യസ്ലി നിങ്ങളും അതിനകത്ത് വളരെയധികം അങ്ങ് ഇൻവോൾവ് ആയി പോകും എന്നുള്ളതാണ് തുടക്കത്തിലെ തന്നെ. ഇത് എന്തുകൊണ്ടാണ് ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് മാറുന്നത്? ഇതൊരു കൊടുങ്കാറ്റ് അടിക്കുന്ന പോലെ ആയിരിക്കും ഈ റൊമാൻസ് ആദ്യമേ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് ഇങ്ങനെ അങ്ങ് വീഴുന്നത്. കാരണം ഇത് അങ്ങ് ഭയങ്കര ഇതിലങ്ങ് ആടി ഒലഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. എത്രയും പെട്ടെന്ന് ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ഹുക്ഡ് ആവണം, നിങ്ങളെ ലോക്ക്ഡ് ആക്കണം, നിങ്ങളെ ആ സപ്ലൈ ആക്കി ഇവർക്ക് ഉറപ്പ് വരുത്തണം എന്നുള്ള ഇന്റൻഷനോടുകൂടി ആയിരിക്കും അവർ നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ടായിരിക്കും ഈ വളരെയധികം സ്പീഡിലുള്ള ഈ ഒരു അപ്രോച്ച് അവരെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രിട്ടിക്കലി നിങ്ങൾ തിങ്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അവരെ അനലൈസ് ചെയ്ത് ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കാനായിരിക്കും ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഓവർ ദ ടോപ്പ് ഫ്ലാറ്ററിയും ഐഡിയലൈസേഷനും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ നിങ്ങളെ കോംപ്ലിമെന്റ് കൊണ്ട് മൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ആ ഗ്രാൻഡ്യൂസ് നേച്ചർ റിഫ്ലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒരു ഏരിയയും കൂടെയാണ് ഇത്തരത്തിൽ അവർ കോംപ്ലിമെന്റ് ചെയ്യുന്നത്. നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആണ്, ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ഏറ്റവും മുകളിലാണ്, അതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് നീ, അതിനേക്കാളൊക്കെ എത്ര കഴിവുള്ള എത്രയോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നീ എന്നുള്ള രീതിയിലായിരിക്കും തുടക്കത്തിൽ നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുന്നത്. നിങ്ങളെ പൊക്കി 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 ഒരു വലിയൊരു പെഡസ്റ്റലിൽ ഇവരും കയറ്റിയിരുന്നു. ഇത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുക വളരെ ഫാന്റസി ആയിട്ട് നിങ്ങളെ പൊക്കി വെക്കുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് നിങ്ങളെ എടുത്തുയർത്തുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യമേ തന്നെ കിട്ടുക. പക്ഷേ ഈ ഒരു ഇനിഷ്യൽ സ്റ്റേജസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗട്ട് ഫീലിംഗിൽ, നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്തോ കുഴപ്പമുണ്ടല്ലോ ഇതിന് എന്ന് തോന്നുമെങ്കിലും നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യുന്നുള്ളതാണ് പോകെ പോകെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അത് അങ്ങനെ ആയിരിക്കും, നോർമൽ ആയിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളങ്ങ് വിട്ടുകളയും. ഇത് പിന്നീട് നിങ്ങൾ അവയർനെസ് കിട്ടിക്കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ തിരിച്ചാലോചിക്കുന്നത്, അയ്യോ അന്ന് ശരിയാണല്ലോ, ഇയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, കറക്റ്റ് ആണല്ലോ ഈ പറയുന്നത്
എന്നുള്ളത് പിന്നെ ആയിരിക്കും നിങ്ങളുടെ ഗട്ട് ഫീലിംഗിന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഗട്ട് ഫീലിംഗിനെ എപ്പോഴും വിശ്വസിക്കുക. ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ ആണ് എന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. വളരെയധികം ഒരു നാർസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഓൾ ഗുഡ് ഓർ ഓൾ ബാഡ് ആണ് അവരുടെ തിങ്കിങ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. വളരെയധികം എന്താ പറയുക, പൊക്കി വെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇവർ നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഓൾ ഗുഡ് സ്റ്റേജിലായിരിക്കും, ഓൾ ഗുഡ് ഐഡിയലൈസിങ് സ്റ്റേജിലായിരിക്കും നിങ്ങളെ ആദ്യം കാണുമ്പോൾ അവർ നിങ്ങളെ എടുത്ത് വെക്കുന്നത്. ഇതിന് സാധാരണഗതിയിൽ കാണാൻ കഴിയുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഇവരെപ്പോഴും പറയും നിങ്ങൾ ഭയങ്കര ഇന്റലിജന്റ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള, നിങ്ങളെപ്പോലെ അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു ആളിനെ ലോകത്ത് വേറെ ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. മൂന്നാമത്തെ കാര്യം സബ്റ്റിൽ ആയിട്ടുള്ള ബൗണ്ടറി പുഷിങ്. നിങ്ങളുടെ ബൗണ്ടറിക്ക്, നിങ്ങളുടെ സ്വകാര്യതയ്ക്ക്, നിങ്ങളുടെ പ്രൈവസിക്ക് അകത്തേക്ക് ഇടിച്ചു കയറി വരിക, അതിനെ ടെസ്റ്റ് ചെയ്യുക. ഈ ബൗണ്ടറി ഇവരെ ടെസ്റ്റ് ചെയ്യുന്നത് പതുക്കെ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഇവർ ഇടിച്ചു കയറി വരുന്നത് ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഇവരിത് കാണിച്ചു തുടങ്ങുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ എപ്പോഴും ഫ്രീ ടൈം അവരോടൊപ്പം ആയിരിക്കും പിന്നെ സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും അവരുടെ ആവശ്യം. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ഫ്രീ ടൈം ഇരിക്കുന്ന സമയത്തേക്ക് കയറി വരാൻ നിങ്ങൾ അവരെപ്പോഴും ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സർപ്രൈസിങ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് നിന്നിട്ട് അത് ഞാൻ റൊമാൻറ്റിക് ആയിട്ടുള്ളതാ, ഒരു സർപ്രൈസ് നിനക്ക് തന്നതാണ് എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്ത് കാണിക്കും. അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കും. അനാവശ്യമായിട്ട് നിങ്ങളുടെ സ്വകാര്യതയിൽ ഇടപെടാനുള്ള ടെൻഡൻസീസ് ആദ്യമേ തന്നെ ചെറുതായിട്ട് ഇവർ കാണിക്കും. ഇത്തരത്തിലുള്ള ബൗണ്ടറി പുഷുകൾക്ക് നിങ്ങൾ വഴങ്ങി കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ അത് അലോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, നാളെ വലിയ ബൗണ്ടറി വയലേഷൻസിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഇൻഡിവിജ്വൽ സ്പേസ് കൺട്രോൾ ചെയ്യുന്ന തരത്തിലേക്ക്, അതിനകത്ത് ഒരു തരത്തിലും മറ്റുള്ളവരെ ഇടപെടുത്താതെ മറ്റുള്ളവരിൽ നിന്നൊക്കെ നിങ്ങളെ ഐസൊലേറ്റ് ചെയ്ത് അവർക്ക് ആ സ്പേസ് കൺട്രോൾ ചെയ്ത് എടുക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട്, വലിയ ബൗണ്ടറി വയലേഷനിലേക്ക് നാളെ ചെല്ലാനായിട്ട് ഇത് കാരണമാകും. ഇത് സാധാരണഗതിയിൽ കാണുന്ന ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം കറങ്ങാനായിട്ട് നിങ്ങൾ പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഡിസപ്പോയിന്റഡ് ആണെന്ന് കാണിക്കുക. നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചുകൊണ്ട് നിങ്ങളൊരു ഗിൽറ്റ് ഫീൽ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇവർക്ക് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം ഇവർക്ക്. പിന്നെ നാലാമത്തെ കാര്യം, പ്രകടമായി തന്നെ കാണാൻ പറ്റുന്ന ഗ്ലിംസസ് ഓഫ് എൻറ്റൈറ്റിൽമെന്റും സുപ്പീരിയോറിറ്റിയും. ഇത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ട് അഡോർ ചെയ്യുന്ന രീതിയിൽ, നിങ്ങളെ പുകഴ്ത്തുന്ന രീതിയിൽ ഇങ്ങനെ ഇവർ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ ഉള്ളിലെ ആ ഒരു സുപ്പീരിയോറിറ്റിയും ആ ഒരു ഗ്രാൻഡിയോസ് നേച്ചറും ഒക്കെ സ്ലിപ്പായി പോകുന്ന ചില മൊമെന്റുകൾ ഇതിനിടയിൽ ഉണ്ടാവും. അത് പലപ്പോഴും നിങ്ങൾ നോട്ടീസ് ചെയ്യാത്ത മൊമെന്റ്സ് ആയിരിക്കാം. പക്ഷെ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുമായിരിക്കും, അത് അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിലും. എന്നുവെച്ചാൽ ഇവർ ആദ്യമേ തന്നെ നിങ്ങൾ അവരോട് എന്തോ കടപ്പാട് അല്ലെങ്കിൽ ഉള്ളവരാണെന്നുള്ള ഒരു എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് എനിക്ക് ഗിഫ്റ്റ് തരേണ്ട ദിവസമാണ്, അറിയില്ലേ, അപ്പൊ നിങ്ങൾ മറന്നുപോയി, അയ്യോ ഞാനത് മറന്നുപോയി എന്നൊക്കെ പറയാം. അയ്യോ അങ്ങനെ മറക്കാനൊന്നും പാടില്ലല്ലോ, ഇതൊക്കെ അങ്ങനെ മറക്കാനൊക്കെ പാടുണ്ടോ? അങ്ങനെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഇവർക്ക് കൊടുത്തില്ല എന്നുള്ളത് ആ ഒരു ബുദ്ധിമുട്ട് അവരിങ്ങനെ അവർ കാണിക്കുള്ളൂ. താനെ അങ്ങനെയൊന്നും മറക്കുന്ന ആളല്ലോ അല്ല, താനൊക്കെ അടിപൊളിയാണ്, അങ്ങനെ ഇതൊന്നും അങ്ങനെ എന്നെ ആ ഒരു സാധനമൊക്കെ വാങ്ങിച്ചു തരിക എന്നൊക്കെ ഉള്ളതൊന്നും താനെ, അല്ലെങ്കിൽ എന്റെ ബർത്ത്ഡേ സമയമൊന്നും നിങ്ങൾ താനങ്ങനെ പെട്ടെന്ന് മറന്നു നോക്കുന്ന ആളൊന്നും അല്ല, താനിതൊക്കെ ഓർത്ത് വെക്കുന്ന ആളാണെന്ന് എനിക്കറിയാം, ഇതെന്തോ തനിക്ക് പറ്റിയതായിരിക്കും അല്ലേ, എനിക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ബിഹേവിയർ അവർ കാണിക്കും. ഒരു സ്ട്രേഞ്ച് ബിഹേവിയർ ആയിരിക്കും ഈ ഒരു സമയത്ത് ഇവർ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ നിങ്ങളോട് വളരെ ഇത്തരത്തിൽ താൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പൊക്കി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ ജോലി സ്ഥലത്ത് നിന്ന് ഒരു സ്റ്റാഫോ വല്ലോ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞ ഉടനെ അവരടുത്ത് ഭയങ്കര മോശമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഈ വ്യക്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ, ഇങ്ങനെ ഒന്നും അല്ലല്ലോ എൻ്റെ അടുത്ത് പറയുന്നത്, ഇയാൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ, ആണെന്നല്ലല്ലോ ഇയാൾ നമ്മുടെ അടുത്ത് കാണിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ അവർ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങൾ വന്നിട്ട് പിന്നെ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്, ഓക്കെ, ഇങ്ങനെ നിങ്ങളുടെ വേറൊരു ക്യാരക്ടറായിട്ട് കാണിക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അയ്യോ ഇതെന്താ ഇങ്ങനെ, ഇയാളെന്താ ഇങ്ങനെ എന്നൊക്കെ ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കും. ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ഒക്കെ ആയിരിക്കുമല്ലോ ഇവർ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുമിച്ച് അവിടെ പോയിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളെ ഭയങ്കരമായിട്ട് പോയിട്ട് സംസാരിക്കുന്നു, ഭയങ്കരമായിട്ട് ചാംനെസ് കാണിക്കുന്നു. എന്നിട്ട് ഈ ഒരു വെയിറ്ററിന്റെ അടുത്ത് വന്നിട്ട് വളരെ റൂഡായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും ഇവർ കാണിക്കുന്നത്. എത്ര സമയം ഇവിടെ നമ്മൾ ഇരിക്കുന്നു, ഇത്ര നേരമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ലേ, പറഞ്ഞിട്ട് കുറെ സമയം ആയില്ലേ, വന്നിട്ട് ഇപ്പോൾ 30 മിനിറ്റോളം ആയി, എന്നിട്ട് പെട്ടെന്ന് നിങ്ങളടുത്ത് ഓക്കെ നമ്മൾക്ക് എന്താ നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് നിങ്ങൾ ആ ഒരു സ്വിച്ചിങ് കാണിക്കുക. അപ്പൊ അവിടെ നിങ്ങൾക്ക് ആ ഒരു ഇയാളുടെ റിയൽ നേച്ചർ, ആ ഗ്രാൻഡിയോസ് നേച്ചർ, ഇവരുടെ എൻറ്റൈറ്റിൽമെന്റ് എന്നുള്ള സാധനം ഇവരുടെ നിന്ന് വഴുതി പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഇവരുടെ നിന്ന് സ്ലിപ്പായി പോകുന്ന സമയങ്ങളാണ്. തൊട്ടടുത്തിരിക്കുന്ന ആൾ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ കൂടെയുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെറിയ തെറ്റ് വരുത്തിയാൽ തന്നെ അവരുടെ അടുത്ത് പൊട്ടിത്തെറിക്കുക, അവരുടെ അടുത്ത് ഈ ഒരു അഗ്രസീവ് ആയിട്ടുള്ള അരഗന്റ് ആയിട്ടുള്ള ഇവരുടെ ഒരു നേച്ചർ, അവരുടെ ഒരു സംസാരം കാണിക്കുക. ഇതൊന്നും ഈ ഒരു ഫേസ് നിങ്ങൾ
നിങ്ങളോട് അവർ ഒരിക്കലും കാണിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അഞ്ചാമത്തെ കാര്യം, ഇവരുമായിട്ടുള്ള സംഭാഷണങ്ങൾ അല്ലെങ്കിൽ കോൺവെർസേഷൻസ് വളരെ ഇന്റൻസ് എന്ന് ഫീൽ ചെയ്യുമെങ്കിലും വളരെ സൂപ്പർഫിഷ്യൽ ആയിരിക്കും. ഇത് എക്കോ ചേംബർ എഫക്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഈ എക്കോ ചേംബർ എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുമായിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ആദ്യം വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും, വളരെയധികം നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള രീതിയിലായിരിക്കും ഇവർ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്. അത്തരത്തിലായിരിക്കും എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുക, നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് അത് എന്താണ് ഇഷ്ടം, അത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ആ മേഖലകളിൽ എന്താണ്, ഈ മേഖലകളിൽ എന്താണ്, ഇൻട്രസ്റ്റ് എന്താണ്, വാല്യൂസ് എന്താണ്, ഇങ്ങനെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, എപ്പോഴെങ്കിലും ഇവർ അവരുടെ വൾണറബിലിറ്റീസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വൾണറബിലിറ്റീസിനെ കുറിച്ച് സംസാരിക്കാൻ അവർ തയ്യാറാവുന്നുണ്ടോ, അല്ലെങ്കിൽ ട്രൂലി അവർ നിങ്ങളെ ലിസൺ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഈ കോൺവെർസേഷനിൽ ഒരിക്കൽ പോലും അവർ നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതും, നിങ്ങളുടെ വൾണറബിലിറ്റീസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അതിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊന്ന് ഇരുത്തി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം പ്രകടമായിട്ട് തന്നെ ഇത് വളരെ സൂപ്പർഫിഷ്യൽ ആയിരിക്കും. ഒരു ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസ് എപ്പോഴും, ഒരു വ്യക്തിയായിട്ടുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത് മ്യൂച്വലായിട്ട് നിങ്ങൾക്കുള്ള വൾണറബിലിറ്റീസ്, നിങ്ങളുടെ ലൈഫിലെ ഇൻസെക്യൂരിറ്റീസ്, നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യും. നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയും അതേപോലെ തന്നെ അവരുടെ ഇൻസെക്യൂരിറ്റീസും അവരുടെ വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസും അതിനെ കുറിച്ചും അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും ട്രോമാസിനെ കുറിച്ചും ഒക്കെ അവർ സംസാരിക്കും. അത് കാരണം അവർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ അവരും ഓപ്പൺ ആയിട്ട് നിങ്ങളടുത്ത് ഷെയർ ചെയ്യും. അവിടെയാണ് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടക്കത്തിലെ തന്നെ രണ്ട് പാർട്ട്നേഴ്സിനിടയിൽ ഉണ്ടാകുന്നത്. ഈ ഒരു കോൺവെർസേഷൻ എന്തായാലും ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള പാർട്ട്നേഴ്സ് തമ്മിൽ ആദ്യം ഉണ്ടായിരിക്കും. എന്നാൽ ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുമായിട്ട് വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വൾണറബിലിറ്റീസ് സംസാരിക്കാനേ പറ്റില്ല. ഇത് എക്സാമ്പിൾ ആണ്. ശരിക്കും റിയൽ ലൈഫിൽ തന്നെ നിങ്ങൾ ഡീപ്പ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഇൻസെക്യൂരിറ്റി അവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പൊ അവർ പറയും, നിനക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യേണ്ട കാര്യമില്ല, നീ പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിലായിരിക്കും അവർ മറുപടി തരുന്നത്. ഇവിടെയാണ് ഇവരുടെ ലാക്ക് ഓഫ് ജെന്യുവിൻ എമ്പതി നമുക്ക് കൃത്യമായിട്ട് പിടിക്കാൻ പറ്റുന്നത്. അതിനൊപ്പം തന്നെ ഇവരുടെ മാനിപ്പുലേറ്റീവ് നേച്ചർ, അത് കോൺഷ്യസ്ലിയും അൺകോൺഷ്യസ്ലിയും ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ ആ രീതിയിലാക്കാനായിട്ട്, നിങ്ങൾ ഇൻസെക്യൂർ ഒന്നും അല്ല, ഇൻസെക്യൂരിറ്റീസ് ഒന്നും ഇല്ല, കുറവുകളൊന്നും ഇല്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ പിന്നെയും റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളെ. ഇനി ആറാമത്തെ കാര്യം, ആൾ ദിയർ എക്സസ് ആർ ക്രേസി. എന്റെ എല്ലാ പ്രീവിയസ് പാർട്ട്നേഴ്സും വളരെയധികം ഭ്രാന്ത് പിടിച്ചവരാണ് അല്ലെങ്കിൽ കുഴപ്പം പിടിച്ചവരാണ്. ഇത് നിങ്ങൾക്ക് അവരെ ക്ലിയർ ആയിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു വലിയ റെഡ് ഫ്ലാഗ് ആണ്. എപ്പോഴും അവരുടെ എക്സസിനെ പറ്റി സംസാരിക്കുമ്പോൾ, അവരുടെ എക്സ് റിലേഷൻഷിപ്പ്, പാസ്റ്റ് റിലേഷൻഷിപ്പിനെ ഉള്ള പാർട്ട്നേഴ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇവരെപ്പോഴും സംസാരിക്കുന്നത് അവരുടെ കുറ്റമാണ്, അവരെന്തെങ്കിലും കുഴപ്പമുള്ളവരാണ് എന്നുള്ള രീതിയിലായിരിക്കും. അവരുടെ എക്സ് വളരെ ക്രേസി ആയിരുന്നു, വളരെ ടോക്സിക് ആയിരുന്നു, മെന്റൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളായിരുന്നു, അത് കാരണം ഇവർ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇവരുടെ ബ്രേക്കപ്പിന് തന്നെ കാരണം അവരുടെ ആ ബിഹേവിയർ കാരണമാണ്. അല്ലാതെ എന്റെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റുമില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാനായിരുന്നു വിക്ടിം, അവിടെ എപ്പോഴും വിക്ടിം ആകപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ എപ്പോഴും എക്സിനെ പറ്റിയിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും അവരെ പറ്റിയിട്ടുള്ള കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഇവര് അപ്പൊ തന്നെ പറയുന്നതായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്നെ ഇപ്പോൾ ഞാൻ റിലേഷൻഷിപ്പിൽ അവരുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു വരുത്തി ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ അപമാനിച്ചു. ഇതിനിടയ്ക്ക് തന്നെ അവർ പറയുന്നുണ്ടായിരിക്കും, അവരുടെ ബാങ്ക് അക്കൗണ്ട് ഞാനാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഞാനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനിടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് ഇവർ കാരണം ഇയാള് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ റിലേഷൻഷിപ്പിന്റെ ഓരോ സമയങ്ങളിലും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു എന്നായിരിക്കും പറയുന്നത്. ഇനി നമുക്ക് സൊല്യൂഷനെ പറ്റി സംസാരിക്കാം. എങ്ങനെയാണ്, നിങ്ങളൊരു സംശയം ഈ കാര്യത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ പ്രകടമായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്, ഇത്തരത്തിലുള്ള നാർസിസിസ്റ്റിനോട് പ്രതികരിക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയോട് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം, സ്ലോ തിങ്സ് ഡൗൺ, സ്ലോ ഇറ്റ് ഡൗൺ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്പേസും ടൈമും ആദ്യമേ എടുക്കുമ്പോൾ അവരതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോട്ടീസ് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളല്ല, നേരെ മറിച്ച് ഒരു നോർമൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ലോ പേസ് അവർക്കൊരു പ്രശ്നമേ അല്ലായിരിക്കും. അല്ലെങ്കിൽ ഈ പതുക്കെയുള്ള നിങ്ങളുടെ തീരുമാനം, നിങ്ങൾ പതുക്കെ തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ കുറെ നമുക്ക് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യാം, നമ്മൾ കമ്പാറ്റബിൾ ആണോ എന്നൊക്കെ നമുക്ക് നന്നായിട്ട് നോക്കിയതിനു ശേഷം നമുക്ക് തീരുമാനം എടുക്കാം എന്നുള്ള നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങളുടെ കോൺഷ്യസ് ആയിട്ടുള്ള ഈ സ്ലോ ഡൗൺ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, മെയിൻറ്റെയിൻ യുവർ അതർ കണക്ഷൻസ് എന്നുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും പ്രധാനമാവുന്നത്? നമ്മുടെ ചുറ്റുമുള്ള മറ്റുള്ളവരിൽ നിന്നും ഒരിക്കലും ഐസൊലേറ്റ് ചെയ്യാൻ
ഇവരെ നിങ്ങൾ അനുവദിക്കരുത്. റിലേഷൻഷിപ്പിലേക്ക് കടന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾക്ക് റിലേഷൻ ഉള്ളവർ, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ നിങ്ങൾക്ക് ബാക്കിയുള്ളവരുമായിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും നിങ്ങളെ ഇവരിലേക്ക് മാത്രം അകറ്റാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. കാരണം റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ തന്നെ, ഇത് പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരിലെ ഇങ്ങനത്തെ ട്രൈറ്റ്സ് നിങ്ങൾ നോട്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഇത്തരത്തിലുള്ള നിങ്ങളുടെ റിലേറ്റീവ്സിനോടും ഒക്കെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും. ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ പറയുമ്പോൾ അവർക്ക് ഔട്ട്സൈഡ് പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. അവർ പുറത്തു നിന്ന് ഇതിനെ നോക്കിക്കാണുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് പ്രകടമായിട്ട് ഇത് പറയും, അതിനകത്തൊരു ഈ പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, അതങ്ങനെ ശരിയല്ലല്ലോ, അതങ്ങനെ എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്കത് അവർ പറഞ്ഞു തരാനുള്ള ആൾക്കാർ ഒന്നോ രണ്ടോ പേരെങ്കിലും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കും. അവരിൽ നിന്നൊക്കെ നിങ്ങളെ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ലൂപ്പിലേക്ക്, നാർസിസ്റ്റിന്റെ അടുക്കലേക്ക് ഇവർ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വരും എന്നുള്ളതാണ്. ഒരു നാർസിസ്റ്റ് എന്തായാലും അത് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടോക്സിക് സ്പൈറലിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും വീണു പോകാതിരിക്കാൻ എപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസുമായിട്ടുള്ള കണക്ഷൻസ്, ഇയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ, മുമ്പോട്ട് പോകുമ്പോൾ തന്നെ അതൊന്നും വിട്ടുപോകരുത് എന്നുള്ള കാര്യങ്ങൾ, അതൊന്നും പോകുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇവർ കൺസിസ്റ്റന്റ് ആണോ എന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പോകെ പോകെ ദിവസങ്ങൾ കടന്നു പോകും തോറും ഇവരുടെ സ്വഭാവത്തിൽ ഇതുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ ആക്ഷൻസിൽ ഇത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ, ഇവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർ പറയുന്നതാണോ ഇവർ ചെയ്യുന്നത്? ഇവരുടെ ചെയ്യുന്ന കാര്യങ്ങൾ വേറെയും പറയുന്ന കാര്യങ്ങൾ വേറെ ആയി കഴിഞ്ഞാൽ അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. പിന്നെ ഇവരുടെ സ്വഭാവം കൺസിസ്റ്റന്റ് ആണോ, ഇവർ എന്നോട് ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെയാണോ ബാക്കിയുള്ളവരോടും ബിഹേവ് ചെയ്യുന്നത്? ഇൻ ജനറൽ ലൈഫിൽ അല്ലെങ്കിൽ ഓരോ ദിവസവും ഇയാൾ പറയുന്ന ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, ഇയാളെ ഇന്ന വാല്യൂസ് ആണ് ഇയാൾ ഫോളോ ചെയ്യുന്നത്, ഇന്ന ഇതാണ് ഇയാളുടെ ഇഷ്ടം, ഇതൊക്കെ പോകെ പോകെ പോകുമ്പോഴും അയാളുടെ ഇഷ്ടം അതൊക്കെ തന്നെയാണോ? നാലാമത്തെ കാര്യം, ട്രസ്റ്റ് യുവർ ഗട്ട് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ ഗട്ട് ഫീലിങ്ങിനെ വിശ്വസിക്കുക. നമ്മുടെ ഗട്ട് ഫീലിംഗിൽ സംതിങ് റോങ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എന്നാൽ ആ റോങ് എന്താണെന്ന് നിങ്ങൾക്ക് ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഒബ്സർവ് ചെയ്യുക, ആ ഒരു സിനേറിയോ ഒബ്സർവ് ചെയ്യുക, അത് എഴുതിയിടുക. എന്നിട്ട് പിന്നീട് ഈ ഒരു ഇതിൽ നിന്ന് മാറി, സ്പൈറലിൽ നിന്ന് മാറി നിൽക്കുന്ന നിങ്ങളുടെ ആയിട്ടുള്ള സ്പേസിൽ ഇരിക്കുന്ന സമയത്ത് ഇത് എന്താണെന്ന് പരിശോധിക്കുക. അത് റോങ് ബിഹേവിയർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് റോങ് ബിഹേവിയർ തന്നെ ആയിരിക്കും. സോ ട്രസ്റ്റ് യുവർ ഗട്ട് ഫീലിംഗ്സ്. പിന്നെ അവസാനത്തെ സ്റ്റെപ്പ്, നിങ്ങൾ സ്മാൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇവരുമായിട്ട് ആ റിലേഷൻഷിപ്പ് തന്നെ, അല്ലെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ ചെറിയ ചെറിയ ബൗണ്ടറീസ്, നിങ്ങളുടെ പേഴ്സണൽ സ്പേസിന് വേണ്ടിയിട്ടുള്ള സമയം പ്രത്യേകം എടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം എടുക്കുമ്പോൾ, എനിക്ക് ഇത്ര സമയം എൻ്റെ ആയിട്ടുള്ള സ്പേസ് വേണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആ സമയത്ത് അവരോട് കോണ്ടാക്ട് ചെയ്യാതെ ഇരിക്കുമ്പോൾ അവരത് ഓക്കെ ആണോ? ആ സമയങ്ങളിൽ അവർ നിങ്ങളിലേക്ക് ഇടിച്ചു കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യുക. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ്, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ഫ്ലാഗ് ആണ്. എപ്പോഴും ഇത് വളരെ ഡിഫിക്കൽട്ട് തന്നെ ആയിരിക്കും. നിങ്ങൾ ഒരു നാർസിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇതൊക്കെ സ്പോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്തതും. കാരണം കുറച്ച് ക്ലാരിറ്റി, നിങ്ങൾക്ക് അവയർനെസ് ആദ്യമേ തന്നെ വന്നു കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരുന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരെ ഒരുപാട് പേരെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുമല്ലോ. നിങ്ങൾ നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ റിലേഷൻഷിപ്പുകളിലേക്ക് പോകുമ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാരെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങളുടെ തോട്ട്സ് എന്താണ് ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം, ഈ വീഡിയോ സംബന്ധിച്ചിടത്തോളം? നിങ്ങൾ എന്തൊക്കെ സയൻസ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞതിലുള്ളത്, നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് പെട്ടെന്ന് കത്തിയത് ഓക്കെ ഇതാണ് എന്നുള്ളത് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ബിഹേവിയർ ആണ് അവർ കാണിച്ചത് എന്നൊക്കെയുള്ളത് ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ എഴുതി അറിയിക്കുക. നമുക്ക് കമന്റ്സിൽ ബാക്കി ഡിസ്കഷൻ അതിൽ ആകാം. ഈ വീഡിയോ പൂർണ്ണമാകുന്നത് അവിടുത്തെ ഡിസ്കഷൻ കൂടെ കഴിയുമ്പോഴാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.